പള്ളി യോഗം, പാരിഷ് അസംബ്ലി. പിന്നെ 3-4 പള്ളിയുടെ കാര്യം വരുന്നത്. ഇപ്പൊ കായൽ പ്രസൻ, തെരേസാസ്, ലിസി ഓർമ്മയില്ലേ. അപ്പൊ ഇങ്ങനെ അടുത്ത പള്ളികൾ വേറെ ഇല്ലേ. ഇപ്പൊ ഇങ്ങനെ പള്ളികൾ ഞാൻ ഈ ഭാഗത്ത് ഈ പള്ളി ഞാൻ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തുള്ള പള്ളികളെല്ലാം വന്നിട്ടില്ല ഓർമ്മ. ഇവിടെ ഇങ്ങനെ വന്നിട്ടില്ല ആദ്യമായിട്ടല്ല. അപ്പൊ പക്ഷേ ഇവിടെ 3-4 പള്ളികൾ അടുത്തടുത്ത് കാണും. അപ്പൊ അങ്ങനെ 3-4 പള്ളിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് സംഭവം മാറി. ഈ പള്ളിയിലെ മാത്രം പോയാൽ പോരാ. നമ്മൾ ഈ കൊറോണ എന്നൊക്കെ പറയില്ലേ, പ്രാദേശിക യോഗം. രണ്ടാമത്തെ റീജിയണൽ ചർച്ച് അസംബ്ലി എന്ന് പറയും. ഇംഗ്ലീഷ് വരുമ്പോൾ അങ്ങനെ വരും. നിങ്ങൾ മലയാളം എഴുതിച്ച പ്രാദേശിക യോഗം എന്ന് പറഞ്ഞാൽ 3-4 പള്ളികളുടെ കാര്യം വരുമ്പോൾ ആ 3-4 പള്ളികളിലെ അച്ഛന്മാരും ആ പള്ളികളിലെ പ്രതിനിധികളും കൂടും. എന്നിട്ട് ആലോചിക്കും. ഈ സഭയുടെ വഴക്കൊക്കെ ഒഴിവാക്കാൻ ഇതെല്ലാം ആവശ്യമല്ലേ. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ മാത്രം ഇവിടെ ഈ ദേശത്തെ മുഴുവൻ കാര്യം തീരുമാനിച്ച് പ്രവർത്തിച്ചാൽ മറ്റു പള്ളിക്കാർ സമ്മതിക്കുമോ? പക്ഷെ അവിടുത്തെ ബിഹാരിച്ചനെയും അവിടുത്തെ കൈക്കാരനെയും പ്രതിനിധികളെയും വിളിച്ചാലോ മാറി അറിയല്ലേ ഉണ്ടോ? അത് നമ്മൾ. മൂന്നാമത്തേത് ജനറൽ ചർച്ച് അസംബ്ലി, പൊതുയോഗം. പൊതുയോഗം എന്ന് പറഞ്ഞാൽ എല്ലാ പള്ളിയിലെ അച്ഛന്മാരും എല്ലാ പള്ളിയിലെയും പ്രതിനിധികളും ചേരുന്നതാണ്. സഭയുടെ മുഴുവൻ കാര്യം തീരുമാനിക്കുന്ന അവിടെ. കേൾക്കുന്നുണ്ടോ? പൊതുയോഗം എന്ന് പറഞ്ഞാൽ എല്ലാ പള്ളിയിലെ അച്ഛന്മാരും എല്ലാ പള്ളിയിലെയും പ്രതിനിധികളും, റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഈച്ച് പാരിഷ് ആൻഡ് പാരിഷ് പ്രീസ്റ്റ്. ഒരു കാര്യം കൂടെ വ്യക്തമായി മനസ്സിലാക്കുക. ഒരു അച്ഛനെ പട്ടം കൊടുക്കുന്നത് രൂപതയ്ക്ക് വേണ്ടി അങ്ങനെയല്ല. 16-ാം നൂറ്റാണ്ട് വരെ അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഏത് ഇടവകയിലാണോ ആ ഇടവകയിലായിരിക്കും അവർ ശുശ്രൂഷ ചെയ്യുന്നത്. അവരറിയപ്പെടുന്നത് ദേശത്ത് പട്ടക്കാർ എന്നാണ്. എന്താണ് ദേശത്ത് പട്ടക്കാർ എന്ന് പറഞ്ഞാൽ? ഇവിടെ ഇപ്പം 3 പേരെ നിങ്ങൾ പള്ളി ഇവിടെ ഈ പൊതുയോഗം വിടുന്നത്, ഇവിടുത്തെ പൊതുയോഗം വിടുന്നത്. പക്ഷെ അത് വിട്ട് കഴിയുമ്പോഴത്തേക്ക് അവരെ പഠിപ്പിക്കുക, അവരിവിടെ ഈ പള്ളിക്ക് വേണ്ടിയാണ് അവർ സേവനം ചെയ്യുന്നത്. വേറെ പള്ളി അവർ പോവുകയില്ല. അപ്പോൾ ഒന്നിലധികം അച്ഛന്മാർ ഇവിടെ തന്നെ ആണ്. മനസ്സിലാകും? ഈ പൊതുയോഗം വിളിച്ചു കൂട്ടുന്ന ആർച്ച് ഡീക്കനാണ്. 3-ാമത്തെ യോഗം പറഞ്ഞില്ലേ, സഭയുടെ മുഴുവൻ കാര്യം തീരുമാനിക്കുന്ന ഇവിടെ പൊതുയോഗത്തിനാണ്. ആ പൊതുയോഗം വിളിച്ചു കൂട്ടുന്ന ആരാണെന്നറിയോ? അതിന്റെ അധ്യക്ഷൻ ആർച്ച് ഡീക്കനാണ്. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും 1 വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഇ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.